ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ്. അതിൽ നമ്മൾ ആദ്യമേ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇന്ത്യൻ കമ്പനിയാണ്, മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി അമേരിക്കയിൽ ഒരു ഓയിൽ റിഫൈനറി ബിൽഡ് ചെയ്യാൻ പോവാണ്. $300 ബില്യൺ അതിൻ്റെ വർത്ത്. വലിയ ലോങ് പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഉടനെ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ അതിനുള്ള പ്രാഥമികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങും. അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പൂർണ്ണമായ രീതിയിൽ ഇപ്പം നിലവിൽ ജാംനഗറിൽ എങ്ങനെയാണോ റിലയൻസിൻ്റെ റിഫൈനറി പ്രവർത്തിക്കുന്നത്, അത്തരത്തിൽ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് പ്രവർത്തിക്കാൻ വലിയ മാസീവായിട്ടുള്ള സ്കെയിലാണ് ഇതിൻ്റെ പ്രൊപ്പോസൽ വെച്ചിരിക്കുന്നത്. ട്രംപ് ഇതിനു വേണ്ടി മാത്രം സ്പെസിഫിക് ആയിട്ട് ട്രൂത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയാണ് ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ട്രംപ് ഇന്ത്യക്ക് മേലിൽ വല്ലാത്ത രീതിയിലുള്ള പ്രഷർ, പ്രത്യേകിച്ച് ഈ ഒരു എണ്ണ വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രഷറാണ് ഇന്ത്യക്ക് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മുള്ളുകൊണ്ട് തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം അമേരിക്ക റിലയൻസ് ഇൻഡസ്ട്രിക്ക് മേളിലാണ് ഈ ഒരു പ്രഷർ കൊണ്ടുവന്നത്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ റഷ്യൻ ഓയിൽ വാങ്ങിച്ച് റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് അമേരിക്കയിൽ റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ഈസി ഗോ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ റിലയൻസ് ഞങ്ങൾ റഷ്യൻ ഓയിൽ വാങ്ങിച്ചനി റിഫൈൻ ചെയ്ത് അതിനെ യൂറോപ്പിലേക്ക് കയറ്റി അയക്കുന്നില്ല, ഞങ്ങൾ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി മാത്രം കൊടുക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനം ആദ്യമായിട്ട് പ്രഖ്യാപിച്ച കമ്പനി റിലയൻസ് ആണ്. പക്ഷേ എന്നിരുന്നാലും മറ്റുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലത്തെ കമ്പനികൾക്കൊന്നും ഇതിനോട് യോജിപ്പില്ലായിരുന്നു. അവർ തുടർച്ചയായിട്ട് റഷ്യൻ എണ്ണ വാങ്ങുകയും റിഫൈൻ ചെയ്ത് അത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വിറ്റഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോഴും തുടരുന്നുണ്ട്, അതിൽ യാതൊരു മാറ്റമില്ല. ഷാഡോ ഫ്ലീറ്റ്, എന്ത് ഫ്ലീറ്റ് വേണമെങ്കിലും വിളിക്കാം. പല രാജ്യങ്ങൾ തേർഡ് പാർട്ടി ത്രൂ റഷ്യൻ എണ്ണ വാങ്ങിച്ച് റിഫൈൻ ചെയ്ത് അതിപ്പോഴും മാർക്കറ്റിലേക്ക് എത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്. റിലയൻസ് ആണ് ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് റിലയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം തന്നെ മാസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷനാണ്. അപ്പം ഇത്തരത്തിൽ ഒരു റിഫൈനറി അമേരിക്കയിൽ പോയി സ്ഥാപിക്കുമ്പോൾ അമേരിക്കയ്ക്കല്ലേ നേട്ടം എന്ന് നിങ്ങൾ ചോദിക്കാം. സ്വാഭാവികമായിട്ട് എനിക്കും ആ ചോദ്യമുണ്ടായി. കാരണം ഇത്രയും $300 ബില്യൺ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയല്ലേ. ശരിയാണ്, സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഈ ചോദ്യം വരും. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഡിപ്ലോമസി, ഇതിൻ്റെ പുറകിലുള്ള ഇൻഡോ US റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം, ഇതിനെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ എയിം ചെയ്യുന്നത് ഓയിൽ ഇൻഡസ്ട്രി മാത്രമല്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാനിതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ അവസാനം പറയാം. അതിനുമുമ്പ് നമുക്ക് കുറേ വിഷയങ്ങളും കൂടി നോക്കി പോകേണ്ടതുണ്ട്. ഇറാൻ ആണെങ്കിൽ ഇസ്രായേലിൻ്റെ മേളിൽ തുരുതര ക്ലസ്റ്റർ വാർഹെഡുകളാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും കുറേ ക്ലസ്റ്റർ വാർഹെഡുകൾ അയച്ചിട്ടുണ്ട്. തുരുതര അവർ അയക്കുന്നുണ്ട്. ഇറാൻ പറയുന്നത് ഇപ്പോഴാണ് ശരിക്കും യുദ്ധം തുടങ്ങുന്നത്, ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അവരുടെ രാജ്യത്തിനുള്ളിൽ തുരുതര അടി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്, അത് വേറെ വിഷയം. ഇതിനകത്ത് ഈ ജിയോ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിനകത്ത് നമ്മൾ ആരെയും പ്രൊഫഷണൽ ആണോ അൺപ്രൊഫഷണൽ ആണോ എന്നുള്ള രീതിയിലൊന്നും വിലയിരുത്തുന്നില്ല. പക്ഷേ ചില ഈ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ എപ്പോഴും ചരിത്രം എന്താണെന്ന് നോക്കിയിട്ട് മണ്ടത്തരം പറയണം. പലരും ഇറാനെ വല്ലാണ്ട് ഗ്ലോറിഫൈ ചെയ്യാണ്. ഞാനിവിടെ ഇറാനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, അതേസമയം അമേരിക്ക ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ഇസ്രായേലിന് ഒരു ധാർമ്മികതയുണ്ട്. ഇസ്രായേലിന് അവരുടെ നേർക്കുള്ള ഭീഷണി ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒരൊറ്റ ജൂയിഷ് സ്റ്റേറ്റാണ് ഉള്ളത്, അത് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേലാണ്. അവർക്ക് എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉണ്ട്, അത് സ്വാഭാവികമാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ, ചരിത്രം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ഇപ്പം 1979 ഈ ഷാ ഭരണകൂടം ഇറാനിൽ നിന്നും ഒഴിവാകുന്നത്. അത് ഈ ആയത്തുൽ ഖമനയുടെ ഈ ലെഫ്റ്റ് സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഈ വിങ് വന്നിട്ടാണ് ഈ IRGC ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ് എന്ന് വിളിക്കുന്ന ഈ ഖമനേയിമാരുടെ ഈ ടീമുകൾ വന്നിട്ടാണ് ഈ ഭരണകൂടത്തിനെ അട്ടിമറിക്കുന്നത്. അതിനവർ ഉപയോഗിച്ച ഒരു തന്ത്രമാണ് ഈ മതം. ഈ മതം വളരെ തീവ്രമായിട്ട് തന്നെ ജൂവിഷ് ഹെയ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്, ആന്റൈ സെമിറ്റിസം പഠിപ്പിക്കുന്നുണ്ട് ഈ മതം. അതിനകത്ത് യാതൊരു തർക്കമില്ല. അതിനകത്ത് തർക്കിക്കാൻ വരുന്നവർ ശരിക്കും അവരവരുടെ ഗ്രന്ഥങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് 1 സൈഡ് 2 സൈഡ് 3 സൈഡ് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതിന് നഗ്നമായ സത്യമാണ്, ഇതിൽ യാതൊരു മാറ്റമില്ല. ആന്റൈ സെമിറ്റിസം, അതായത് ജൂവിഷിനെതിരെയുള്ള വിരോധം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്, അത് കള്ളമല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഫണ്ടമെന്റലിസത്തെയാണ് ഇസ്രായേൽ പേടിക്കുന്നത്. കാരണം ഈ ഫണ്ടമെന്റലിസം ശരിക്കും ഹിറ്റ്ലറിലൂടെ നല്ല രീതിയിൽ യൂറോപ്പിൽ ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ. അതിൻ്റെ വിക്ടിംസ് ആണ്, അതിൻ്റെ ബാക്കി പത്രമാണ് ഇസ്രായേലിൽ വന്ന് സെറ്റിലായിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു ഫിയർ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
അപ്പൊ അങ്ങനത്തെ ഒരു സമൂഹം അവരുടെ സർവൈവലിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് അവർ കൃത്യമായിട്ട് അവരുടെ നിലനിൽപ്പ് ഉറപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണിത് ശരിക്കും. അതിനവർ എല്ലാ തരത്തിലും അമേരിക്ക എന്ന് പറഞ്ഞൊരു സൂപ്പർ പവറിനെ ഒരു കൂട്ടുപിടിച്ച് അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് അമേരിക്ക കൂട്ടുപിടിച്ചുകൊണ്ട് ഇതിലും കൂടുതൽ ചെയ്യാൻ കഴിയും. പക്ഷേ അവരുടെ ഫുൾ പവർ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് ശരിക്കും ഉയർന്ന മാനവിക ബോധമുണ്ട്. അപ്പൊ അത്തരത്തിൽ മാനവിക ബോധം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് അങ്ങനെ കാടടിച്ച് വെടിവെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇസ്രായേലിന് പറ്റത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണ്? ഇസ്രായേൽ കിഷ് ഐലൻഡിൽ ഇറാന്റെ ഡീസാലിനേഷൻ പ്ലാന്റ്, വാട്ടർ പ്ലാന്റ് അറ്റാക്ക് ചെയ്തപ്പോൾ ഒപ്പം നിന്നിരുന്ന അമേരിക്ക തന്നെയാണ് അതിനെ എതിർക്കുന്നത്. പക്ഷെ ഇവിടെ മനാമയിൽ ഇറാൻ ഇതേമാതിരി ഡീസാലിനേഷൻ പ്ലാന്റ് അറ്റാക്ക് ചെയ്തപ്പോൾ ആരും എതിർക്കുന്നില്ല. അത് ഇറാന്റെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് അംഗീകരിക്കപ്പെടുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം ചരിത്രബോധമില്ലാതെ ഇറാനെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യാൻ ഞാനില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പോസ്റ്റ് വാർ, ഈ പോസ്റ്റ് വാറിൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വഷളാവും. അത് ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് ഈ IRGC ഭരണകൂടം നിലനിന്നാൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വഷളാവും. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ ഇസ്രായേൽ സന്ദർശനം. അതാണ് അതിൻ്റെ റീസൺ, വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. 1981-82 ശരിക്കും ഇപ്പം ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്ത ആയത്തുള്ള അലി ഖമനേയി ഇല്ലേ, പുള്ളി അന്ന് പ്രസിഡന്റ് ആയിരുന്നു, ഇറാന്റെ പ്രസിഡന്റ്. ഇന്ന് മസൂദ് പെസസ്കിയാൻ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു അന്ന് പുള്ളി ഉണ്ടായിരുന്നത്. പക്ഷേ അതിനു മുമ്പ് ആയത്തുള്ള ഖൊമേനി എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അന്നത്തെ സുപ്രീം ലീഡർ. ഇനിയിപ്പോൾ ഈ സുപ്രീം ലീഡർ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ സുപ്രീം ലീഡർ എന്ന് പറഞ്ഞാൽ പണ്ട് ഷാ ഭരണകൂടമാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് സൈറസ് എന്ന് പറഞ്ഞ രാജാവിൻ്റെ, പേർഷ്യൻ എംപററിന്റെ വലിയൊരു ഹിസ്റ്ററി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ പേർഷ്യൻ എംപററിന്റെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് ഉള്ള ഷാ ഭരണകൂടം, അതിനകത്ത് കുറേ തിരിമറികളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും രാജകുടുംബത്തിൽ ഉണ്ടായിരുന്നത് അവരാണ്, ഈ ഷാ ഭരണകൂടം. അപ്പോൾ ഈ ഷാ ഭരണകൂടം ഒരു സുപ്രീം പൊസിഷനിൽ ഇരുന്ന സമയത്തും ഈ രാജ്യത്തിനുള്ളിൽ ഒരു ഡെമോക്രസി എന്നുള്ള നിലയിൽ പ്രൈം മിനിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് 1951-52 മുഹമ്മദ് മൊസാദെ എന്ന് പറഞ്ഞൊരു വ്യക്തി, ആ വ്യക്തിയായിരുന്നു 51 മുതൽ 53 വരെ പ്രധാനമന്ത്രിയായിരുന്നത്, പ്രൈം മിനിസ്റ്റർ. ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നത് പറഞ്ഞാൽ, ഈ റഷ്യയുടെ ഇന്റലിജൻസിൽ ഈ കമ്മ്യൂണിസത്തിന് വലിയ രീതിയിലുള്ള പങ്കുണ്ട് ഇന്നത്തെ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ. കമ്മ്യൂണിസമാണ് പ്രധാനപ്പെട്ട കാരണം. ഈ കമ്മ്യൂണിസം, ഈ റഷ്യയുടെ ഇന്റലിജൻസ് KGB, അവരിതിൽ അഗ്രഗണ്യരാണ്. അന്ന് ഈ 1950-കളിൽ കോൾഡ് വാർ നല്ല രീതിയിൽ നിലനിന്നിരുന്ന ഒരു സാഹചര്യമാണ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. അപ്പോൾ ആ കോൾഡ് വാറിൽ ശരിക്കും ഇറാന്റെ ഉള്ളിൽ അന്ന് എണ്ണ കച്ചവടം ആരാണ് ഏറ്റവും കൂടുതൽ കൈക്കലാക്കുക എന്നുള്ളതിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് സ്പേസ് മേഖലയിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ മിലിറ്ററി പവറിലുണ്ടായിരുന്നു, അതുപോലെ വ്യാപാര മേഖലയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എണ്ണ വ്യാപാരത്തിൽ അതുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ KGB ആയിക്കോട്ടെ, അതേപോലെ തന്നെ അമേരിക്കയുടെ CIA ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പല രാജ്യങ്ങളെയും സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഈ എണ്ണക്കച്ചവടം അവരുടെ സൈഡിലാക്കാൻ വേണ്ടിയിട്ടും, അതായത് മാക്സിമം ലോകത്ത് നടക്കുന്ന എണ്ണക്കച്ചവടങ്ങളെല്ലാം തന്നെ ഡോളർ വൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ ശ്രമം, അതുപോലെ അതിനെല്ലാം തന്നെ സോവിയറ്റിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള റഷ്യയുടെ ശ്രമം. അപ്പോൾ ഇത്തരത്തിലുള്ള കോൾഡ് വാർ കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു സമയമാണിത്. അപ്പോൾ ആ സമയത്ത് റഷ്യയുടെ ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ ഈ ലെഫ്റ്റ് ചിന്താഗതി ഈ ഖമനേയിമാരെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിലൂടെ ശരിക്കും എങ്ങനെയാണ് ഈ ഷാ ഭരണകൂടത്തിനെ അട്ടിമറിച്ച് പറഞ്ഞാൽ 1950 മുതലേ അതിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷാ ഭരണകൂടത്തിനെ അട്ടിമറിച്ച് അവിടെ ഒരു ലെഫ്റ്റ് സ്വാധീനം, കമ്മ്യൂണിസ്റ്റ് സ്വാധീനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. ഈ ഖമനേയിമാരെ എല്ലാം പ്രൊട്ടക്ട് ചെയ്തിരുന്നത് അന്ന് ഫ്രാൻസ് ആണെങ്കിലും അമേരിക്കയുടെ അന്നത്തെ ഭരണകൂടത്തിനും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. റെസ്പോൺസിബിലിറ്റി അവർക്കുമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഈ IRGC ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ ഇന്ന് IRGC ഭരണകൂടത്തിനെ ഇറാനിൽ നിന്നും പിഴുതെറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അമേരിക്ക അന്ന് ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ശ്രമിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അന്ന് ഈ ഖമനേയിമാരെ പിന്തുണച്ചുകൊണ്ട്, കാരണം അന്ന് 51 മുതൽ 53 എന്ന് പറയുന്നത് അന്ന് പ്രൈം മിനിസ്റ്റർ അന്ന് ഈ മുഹമ്മദ് മൊസാദെ എന്ന് പറഞ്ഞ ഒരു വ്യക്തി വളരെ ചെറിയ ഡ്യൂറേഷൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അയാളെ ഈ KGB സ്വാധീനിച്ചു. അപ്പം അങ്ങനെ റഷ്യക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഇറാന്റെ ഉള്ളിൽ ഉണ്ടാവാൻ തുടങ്ങി. അവരുടെ എണ്ണപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ ശരിക്കും റഷ്യയുടെ സ്വാധീനത്തിൽ വരാനുള്ള സാഹചര്യമുണ്ടായി. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് 53 തന്നെ ഇയാളെ മാറ്റാണ്. ഇത് മുഹമ്മദ് മൊസാദയുടെ കാലഘട്ടത്താണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ മുഹമ്മദ് മൊസാദയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് അടുത്തടുത്ത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റൂളിംഗ് പവർ കൊണ്ടുവരികയാണ് ചെയ്തത് ഇറാന്റെ ഉള്ളിൽ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിരന്തരം ഇതിന്റെ പുറകിൽ നിന്ന് കളിച്ചതെല്ലാം തന്നെ ഈ ഖമനേയിമാരാണ്.
ഈ ഖമനേയിമാരുടെ വ്യക്തി ജീവിതത്തിനെ കുറിച്ച് ഞാൻ ഇവിടെ വിമർശിക്കുന്നില്ല. അതിലൊക്കെ പല രീതിയിലുള്ള പൈഡോഫിലിക്സ് ഒക്കെ അതിനകത്തുണ്ട്, അത് വേറെ വിഷയം. അത് സ്വാഭാവികമായിട്ട് ഇതിനകത്തുള്ളതാണല്ലോ ഈ പീഡോഫൈൽ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, കാരണം അത് സിൻസ് ഫ്രം ദ ബിഗിനിങ് അങ്ങനെയാണ്. അതിനകത്ത് മാരേജിന് ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല ഈ ഖമനേയിമാരുടെ ഇടയിൽ, അതാണ് മനസ്സിലാക്കുക. അതൊക്കെ വേറെ വിഷയം, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അങ്ങനെ ഈ ഖമനേയി പുണ്യാത്മാക്കൾ നിരന്തരം ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും 1950 മുതലേ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ച് അവസാനം 79 ഈ മതം നല്ല രീതിയിൽ ആളി കത്തിച്ച് ഇറാന്റെ ഉള്ളിൽ അതൊരു ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ലെഫ്റ്റ് ചിന്താഗതിയുള്ള ഖമനേയി ഭരണകൂടം ഈ ഷാ ഭരണകൂടത്തിനെ അട്ടിമറിച്ച് ഇവർ ഭരണം പിടിക്കുകയാണ് IRGC. അങ്ങനെ അമേരിക്കയുടെ ഒരു സൈലന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫ്രാൻസ് ആണ് ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. അപ്പോഴും ഈ വെസ്റ്റ് തന്നെയാണ് ഇവരെ ഇവിടെ കിരീടാവകാശികളാക്കുന്നത്. അപ്പൊ ഈ ഷാ ഭരണകൂടം നിന്നിരുന്ന ആ പൊസിഷനിലാണ് ഈ സുപ്രീം ലീഡർ എന്ന് പറഞ്ഞ് ഇവർ ഒരു പൊസിഷൻ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇലക്ഷൻ നടത്തും. ഇവർക്ക് താഴെ 150-180 മുതലുള്ള റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. അവരെയൊക്കെ ഇലക്ട് ചെയ്ത് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഈ സുപ്രീം ലീഡർ പൊസിഷൻ അത് അന്നത്തെ രാജാവിനെ പോലെ തന്നെ എപ്പോഴും പെർമനന്റ് ആയിട്ടിരിക്കും. ഈ മസൂദ് പെസസ്കിയാൻ പോലത്തെ ആൾക്കാരൊക്കെ പ്രസിഡന്റിന്റെ പദവിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇലക്ട് ചെയ്ത് തന്നെയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അതൊക്കെ ഡമ്മിയാണ്. ഇലക്ട് ചെയ്ത് ഈ ഇലക്ഷനിൽ വിജയിച്ച് വരുന്ന ആൾക്കാർ ഈ സുപ്രീം ലീഡറിന്റെ പെർമിഷൻ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ലിറ്ററലി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും, അതായത് ഞങ്ങൾ ഇലക്ഷൻ ത്രൂ ഒരു ഡെമോക്രസി രീതിയിലാണ് ഇവിടെ റൂൾ ചെയ്യുന്നത് എന്നുള്ളത് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നാടകം മാത്രമാണ് ഇറാനിൽ നടക്കുന്ന ഇലക്ഷൻ. ബാക്കിയുള്ള പോളിസി നിർമ്മാണങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് സുപ്രീം ലീഡറിന്റെ നേതൃത്വത്തിലാണ്. രാജ്യം ഭരിക്കുന്നത് സുപ്രീം ലീഡറാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. റിലീജിയൻ വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഖിലാഫത്ത് പ്രസ്ഥാനം അതാണ് കൊണ്ടു നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മളുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉള്ളിൽ ഒരു പ്രകോപനവും ഇല്ലാതെ ജസ്റ്റ് നമുക്ക് ഒരു എനിമിയെ സെറ്റ് ചെയ്യണം. ആരാണ് നിങ്ങളുടെ എനിമി? അത് അമേരിക്കയാണ് നമ്മളുടെ എനിമി. എന്നിട്ടോ പിന്നെ ഇസ്രായേൽ. എനിമിറ്റിക്കുള്ള കാരണം എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞങ്ങളുടെ എനിമി അവരാണ്. വെസ്റ്റിനെ എതിർക്കുന്നുണ്ട് ഞങ്ങൾ. ഇത് ബ്രദർഹുഡിന്റെ ഐഡിയോളജിയാണ്, ഈ വെസ്റ്റിനെ എതിർക്കുക എന്നുള്ളത്. ഇപ്പൊ ഈ ബ്രദർഹുഡിന്റെ ഐഡിയോളജിയാണ് ഈ വെസ്റ്റിനെ എതിർക്കുക, വെസ്റ്റേൺ കൾച്ചറിനെ എതിർക്കുക. അവരുടെ വസ്ത്രശൈലി ശരിയല്ല, അവർ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്, നമ്മളെല്ലാം പൊതിഞ്ഞു മൂടി നടക്കേണ്ട ആൾക്കാരാണ്. ഇത്തരത്തിൽ കൾച്ചറൽ ഡിഫറൻസ് വെച്ചിട്ട് ഒരു ഡിസ്ക്രിമിനേഷനാണ്. ഡിസ്ക്രിമിനേഷന്റെ നമ്പർ 1 ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ടോപ്പ് ലെവൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സിങ്ങിലുള്ള ഈ വ്യത്യാസമാണ് ഏറ്റവും ടോപ്പ് ലെവൽ ഡിസ്ക്രിമിനേഷൻ. കാരണം ഇത് ഐഡന്റിറ്റിയാണ്. ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഡ്രസ്സ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഭയങ്കര നന്മയുടെ പ്രതീകമാണ്, ഇത് ഇട്ട് വരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര നന്മയുടെ പ്രതീകമാണ്. അങ്ങനെയൊന്നുമില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് ക്ലിയർ ഡിസ്ക്രിമിനേഷന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്, അതിൽ യാതൊരു മാറ്റമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ വളരെ ടോപ്പ് ലെവലിലുള്ള ഒരു സിസ്റ്റമാണ് ഇറാന്റെ ഉള്ളിൽ ഫോളോ ചെയ്യപ്പെടുന്നത്. ഇറാന്റെ ഉള്ളിൽ പല നഗരങ്ങളിലും വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത ഭാവത്തിലും ചില ഏജ് റെസ്ട്രിക്ഷൻസിലുള്ള ആൾക്കാർക്കൊക്കെ നിയമങ്ങളിലൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാവാം, ഫ്ലെക്സിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ നിയമം ഇതാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് വെറുതെ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളെ വേണമെങ്കിൽ അവർക്ക് കേസെടുക്കാം അവരുടെ മേലിൽ. നിങ്ങൾ വസ്ത്രം ശരിക്കും ധരിച്ചിട്ടില്ലല്ലോ, നിയമപരമായിട്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് കേസെടുക്കാൻ പറ്റും. അതാണ്. അപ്പൊ എപ്പോഴും ഒരു മുൾമുനയിൽ നടത്തുക, പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ. അതാണ് ഇറാന്റെ പ്രത്യേകിച്ചും അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ കാരണം. ഈ 1981 60 Minutes എന്ന് പറഞ്ഞിട്ട് ഒരു ബൈറ്റ് അമേരിക്കൻ ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അന്നത്തെ ഇറാനിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള ആയത്തുല്ല അലി ഖമനേയി, ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇത് അതായത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്ത ആയത്തുല്ല അലി ഖമനേയി. പുള്ളിക്കാരൻ അന്ന് അമേരിക്കൻ ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയാണ് ഇതേപോലെ. Now that your country is an Islamic republic, it's anti-American, anti-Soviet, anti-Israeli, and anti-some Arab countries. Who are your friends? همه کشورهایی که در دنیا هستن غیر از اینایی که اسم بردید دوست ما میتونن باشن. All of the countries except the ones that you have mentioned could become our friends. Who is your worst enemy, Mr. President? دشمن اصلی ایران کیست؟ آمریکا. America. ആരാണ് നിങ്ങളുടെ എനിമി എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ പറയാണ് അമേരിക്കയാണെന്നുള്ളത് തുറന്ന് പറയാണ്. 79 ഭരണം പിടിക്കുന്നു, വിത്തിൻ 1 ഇയറിൽ പറയാണ് അമേരിക്കയാണ് ഞങ്ങളുടെ എനിമി എന്നുള്ളത്. അപ്പോൾ ഇത് ഇന്ന് തുടങ്ങിയ സംഗതിയല്ല, ഇത് അന്നേ തുടങ്ങിയതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പലരും ജിയോ പൊളിറ്റിക്സ് വിലയിരുത്തുമ്പോൾ ചരിത്രം അറിഞ്ഞിട്ട് വന്ന് വിലയിരുത്തണം. അല്ലെങ്കിൽ ഈ നിലവിൽ നടക്കുന്ന യുദ്ധത്തിനെ മാത്രം ഒരു കോൺടെക്സ്റ്റ് ആക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാവത്തില്ല. അമേരിക്ക എന്തുകൊണ്ട് അടിക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്ക സഹി കെട്ടിട്ടാണ് അടിക്കുന്നത്. ഇപ്പൊ പൊതുവിൽ പറയുന്നത് എന്താണ്? അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി വെച്ചിരുന്നു. യെസ്, അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി വെച്ചിരുന്നു. അതിന് കാരണമുണ്ട്. ഇവന്റെ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അതാണ് സംഗതി. തീവ്രവാദമാണ് ബേസിക്കലി. ഞാൻ അമേരിക്കയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇത് റിയാലിറ്റിയാണ്, ഫാക്റ്റ് ആണ്. ഓക്കെ, ഇത് ആയത്തുല്ല അലി ഖമനേയി ഇങ്ങനെ അമേരിക്കയാണ് ഞങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞിട്ട് 81 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓപ്പൺ ആയിട്ട് TV ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്. എന്നിട്ടും ആയത്തുല്ല ഖമനേയി 2026 വരെ ജീവിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ
ആ ഒരു പേഷ്യൻസിക്ക് ഞാൻ കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ. കാരണം അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇയാളെയൊക്കെ എപ്പോഴേ തട്ടിക്കളയാമായിരുന്നു. വാസ്തവമായിട്ടുള്ള കാര്യമാണ്. CIA പല ഓപ്പറേഷനുകളും ചെയ്തിട്ടുണ്ട്. അമേരിക്കയെ പച്ചയ്ക്ക് വെല്ലുവിളിച്ച്, അമേരിക്കയെ എതിർത്ത് സംസാരിച്ച്, അമേരിക്കക്കെതിരെ നിരന്തരം ഇറാന്റെ പാർലമെന്റിന്റെ ഉള്ളിൽ ഡെത്ത് ടു അമേരിക്ക ഇതിങ്ങനെ വിളിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇന്ത്യയുടെ പാർലമെന്റ് കൂടുമ്പോഴൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇങ്ങനെ ആൾക്കാരെ കൂട്ടി നിർത്തിയിട്ട് പാർലമെന്റ് മെമ്പേഴ്സിന്റെ മുന്നിൽ വെച്ചിട്ട് ഡെത്ത് ടു അമേരിക്ക ഇങ്ങനെ വിളിക്കുകയാണ്. എന്തിനാണ് ഈ കോപ്രായം? നീ ഒരു രാജ്യവുമായിട്ട് നീ മത്സരിക്കുന്നുവെങ്കിൽ നിനക്ക് വ്യാപാരത്തിൽ മത്സരിക്കാം, ഡിഫൻസ് മേഖലയിൽ മത്സരിക്കാം, നിനക്ക് പല മേഖലകളിൽ ഓപ്പൺ ആയിട്ട് ഹെൽത്തി ആയിട്ട് മത്സരിക്കാം. ഇതൊരുതരം വൈരാഗ്യമല്ലേ? ഇതൊരുതരം പേഴ്സണൽ വൈരാഗ്യം വെച്ച് പെരുമാറുന്നത് പോലെ ഡെത്ത് ടു അമേരിക്ക എന്ന് വിളിക്കുന്നത്. ഈ ഡെത്ത് ടു അമേരിക്ക വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഐഡിയോളജിക്കൽ പ്രശ്നം. യഹൂദനെ നമ്മൾ പാരമ്പര്യമായിട്ട് വെറുക്കുന്നുള്ളതാണ്. യഹൂദനെ ഇവിടെ പറ്റത്തില്ല. കാരണം യഹൂദൻ എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കൂട്ടം ആൾക്കാരാണ്. അല്ലാതെ അവരുമായിട്ട് സൗഹൃദം പാടില്ല. അതിനെയാണ് ഇസ്രായേൽ ആന്റിസെമിറ്റിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് പാടില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് ഒരു കൂട്ടം ആൾക്കാരെ ഒരു കാരണവുമില്ലാതെ അങ്ങ് വെറുത്ത് ഒതുക്കുകയാണ്. അവരുടെ പേരിൽ വൈരാഗ്യം, അവർക്കെതിരെയുള്ള തീരുമാനങ്ങൾ, അവർക്കെതിരെ തീവ്രവാദം, ഇത്തരത്തിലാണ് ഇറാന്റെ പെരുമാറ്റം. ഇവിടെ ഐഡിയോളജിക്കൽ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിനെ ചേർത്ത് തോൽപ്പിക്കാനാണ് ഇത്രയും കാലം ഇസ്രായേൽ കിടന്ന് പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള അറബ് രാജ്യങ്ങളെല്ലാം തന്നെ തീവ്ര നിലപാട് വിട്ടിട്ട് ഇസ്രായേലുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസിലൂടെ ബന്ധം മെച്ചപ്പെടുത്തി ട്രേഡ്, എക്കോണമി പോലത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിരുന്ന സാഹചര്യമായിരുന്നു 2020 അബ്രഹാം അക്കോർഡ്. അവിടെയാണ് ഇറാന് പൊള്ളൽ വീണത്. അത് കേട്ടപാടെ ഇറാൻ അങ്ങ് വിരളി പോണ്ട് ഹമാസ്, ഹെസ്ബുള്ള ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പൈസ കൊടുത്ത് അവിടെ എല്ലാം ഭീകരവാദം പടർത്താനും അവർക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യാനും ആയിരക്കണക്കിന് ആയുധങ്ങൾ ഉണ്ടാക്കാനും തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചതാണ്. അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ്. ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ ശരിക്കും പറഞ്ഞാൽ 22 കിലോമീറ്റർ 12 നോട്ടിക്കൽ മൈൽ മാത്രമാണ് ഇറാൻ അവകാശപ്പെട്ടത്. ബാക്കി 12 നോട്ടിക്കൽ മൈൽ 22 കിലോമീറ്റേഴ്സ് അറൗണ്ട് ഒമാൻ അവകാശപ്പെട്ടതാണ്. ഇതിനകത്ത് ഇന്റർനാഷണൽ വാട്ടർ സോൺ എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള ഒരു ചെറിയ സ്പേസ് ആണ്. അപ്പോൾ പലപ്പോഴും ഇന്റർനാഷണൽ ട്രേഡ് റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഈ എണ്ണ കൊണ്ടുവരുന്ന ടാങ്കർ ഫ്ലീറ്റുകൾ കടന്നു വരുന്നതിൽ കുറച്ച് ഏരിയ ഇറാന്റെ നോട്ടിക്കൽ മൈലിലൂടെ കടന്നു വരും. അത് കഴിഞ്ഞിട്ടുള്ള മാക്സിമം ഏരിയ ഒമാന്റെ നോട്ടിക്കൽ മൈൽ ആ ഒരു അവരുടെ ടെറിട്ടറിയിലൂടെയാണ് കടന്നു വരുന്നത്. അപ്പോൾ രണ്ടുപേരും മ്യൂച്വലി ഷെയർ ചെയ്യുന്നതാണിത്. കാരണം ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് അളവിൽ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഈ 12 നോട്ടിക്കൽ മൈലാണ് രണ്ട് രാജ്യങ്ങളും കൊടുത്തിരിക്കുന്നത് ഈക്വലായിട്ട്. ഇതിനകത്ത് ഇറാന് മാത്രമേ അവകാശമുള്ളൂ എന്നൊന്നും പറയുന്നതിൽ ഒരു ന്യായമില്ല. പിന്നെ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഒക്കെ ഞങ്ങൾ അടച്ചു പൂട്ടും എന്നൊക്കെ പറയുന്നത് വിളച്ചിലാണ്, വെറും വിളച്ചിൽ, പക്കാ പോക്കുരുത്തനം. അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. 20% ഗ്ലോബൽ രാജ്യങ്ങളുടെ ഓയിൽ നീഡ്, എനർജി നീഡ് സോർട്ട് ഔട്ട് ചെയ്യുന്നതാണ് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ്. അപ്പോൾ അതുകൊണ്ട് ഇവന്റെ മാത്രം പ്രശ്നം നോക്കിയാൽ പോരാ, ആരുടെ? ഇറാന്റെ മാത്രം. ഇപ്പോൾ ഈ IRGC റെജിം ഇറാനിൽ തുടർന്നാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാവും, ഉറപ്പാണ്. കാരണം ഇന്ത്യ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞു. ഇസ്രായേലിന്റെ സൈഡിലേക്ക് വളരെ ശക്തമായിട്ടുള്ള പൊസിഷൻ എടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴും ഇറാന്റെ ഉള്ളിൽ മെയിൻ ഹെഡ്ലൈനിൽ തന്നെ കിടപ്പുണ്ട് ആ വാർത്ത. ഇറാന്റെ വാർത്താ മാധ്യമങ്ങളിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇസ്രായേലിൽ നടത്തിയ സ്പീച്ചിനെ കുറിച്ചുള്ള വിമർശനം ഇപ്പോഴും ടോപ്പ് ലൈനിൽ ഇറാന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. നമ്പർ 1 നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് ഇറാനുമായിട്ടുള്ള ബന്ധം വഷളാവും, 100% ഉറപ്പാണ്. IRGC ഭരണകൂടം തുടരുന്നുവെങ്കിൽ, ഈ ഭരണകൂടം വീഴുന്നാൽ ഇന്ത്യക്ക് പോസിറ്റീവ് ആയിരിക്കും, അതിൽ യാതൊരു മാറ്റമില്ല. രണ്ടാമത്, ഇവരുടെ ഭീഷണിയിലായിരിക്കും ഇനി കംപ്ലീറ്റ് രാജ്യങ്ങളും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടേണ്ടത്. എവിടെ? മിഡിൽ ഈസ്റ്റിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ശക്തമായ രീതിയിൽ വളർച്ച നേടിയ, ഇത്രയും ഗ്ലോബൽ കമ്മ്യൂണിറ്റിയെ അട്രാക്ട് ചെയ്ത ദുബായ് പോലത്തെ നഗരങ്ങൾ, ഖത്തറിലെ ദോഹ പോലത്തെ നഗരങ്ങൾ, അതുപോലെ ബഹ്റൈൻ, കുവൈറ്റ്, ഇതേപോലത്തെ പല രാജ്യങ്ങളും, ഈ സൈഡിൽ കിടക്കുന്ന പല രാജ്യങ്ങളും ഇൻക്ലൂഡിങ് സൗദി അറേബ്യ ഉൾപ്പെടെ ഇറാന്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടി വരും. ഇതാണ് സാഹചര്യം. അപ്പൊ ഈ സാഹചര്യം ഒരിക്കലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർ സൈലന്റ് ആയിട്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് അവർ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. അമേരിക്കയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചെയ്തോട്ടെ, അതാണ് വിഷയം. അപ്പൊ ഇതിന്റെ പുറകിൽ വലിയ രീതിയിലുള്ള ഒരു ലോങ് ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ ഐഡിയോളജിയാണ് എക്സ്പോസ് ആയി ഇപ്പൊ ഇങ്ങനെ ഒരു യുദ്ധമായിട്ട് മാറിയിരിക്കുന്നത്. അല്ലാതെ ഇതിന്റെ പുറകിൽ അമേരിക്കയുടെ എണ്ണക്കച്ചവടം അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ എണ്ണക്കച്ചവടം പല രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് എണ്ണക്കച്ചവടമുണ്ട്, ഇല്ല നമ്മൾ പറയുന്നില്ല. അതുപോലെ തന്നെ പിന്നെ അമേരിക്കൻ കമ്പനികൾ ഏറ്റെടുക്കുന്ന എണ്ണക്കച്ചവടങ്ങൾ അതെല്ലാം തന്നെ ലീഗൽ കോൺട്രാക്ട് ആണ്. അതിനകത്ത് ആ രാജ്യത്തിന് ഇത്ര ശതമാനം, ഞങ്ങൾക്ക് ഇത്ര ശതമാനം എന്നൊക്കെ ഉണ്ട്. ഇതിനകത്ത് ചില ഏരിയകളിലൊക്കെ 80% അമേരിക്ക കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് എത്രമാത്രം യുദ്ധത്തിന് ചെലവ് വന്നിട്ടുണ്ട് എന്നുള്ളതിനെ കണക്ക് കൂട്ടിയിട്ട് അവിടെ നിന്ന് നമുക്ക് എത്രത്തോളം കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കത് പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളത് കരുതിയിട്ട് അതുമായിട്ട് ബേസ് ചെയ്ത് കൃത്യമായിട്ട് ഒരു കോർപ്പറേറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത്തരത്തിലാണ് ഈ എഗ്രിമെന്റുകളൊക്കെ അമേരിക്ക ഉണ്ടാക്കുന്നത്. ലീഗൽ കോൺട്രാക്ട് വെച്ചിട്ടാണ് പല രാജ്യങ്ങളിൽ നിന്നും എണ്ണ എടുക്കുന്നത്.
എനിവേ, ഇതാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ശരിക്കും അമേരിക്ക എന്തിനാണ് ഇറാന്റെ മേളിൽ ആക്രമണം നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും. അല്ലാതെ അമേരിക്കയ്ക്കെതിരെ പല രാജ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അവരെയൊക്കെ ആക്രമിക്കാൻ അമേരിക്ക പോകാറില്ല. ഇവരെന്ന് പറഞ്ഞാൽ ഇവരുടെ ഭീഷണി ടോപ്പ് ലെവലിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, 1980 മുതലേ ഇവർ ഡെത്ത് ടു അമേരിക്ക വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമേരിക്ക വന്ന് അടിച്ചില്ലെങ്കിലേ ഉള്ള അതിശയം. ഇന്ത്യ ആണെങ്കിലും ശരി, ഏതൊരു രാജ്യമാണെങ്കിലും ശരി തന്നെ, ഒരു രാജ്യത്തിനെതിരെ പാർലമെന്റിൽ നിന്നിട്ട് ഇത്തരത്തിലുള്ള വിളിച്ചുകൂവലുകളുടെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. ഒരാവശ്യമില്ല. എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ഒരുത്തൻ പ്രാക്കാണ് ശരിക്കും. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച എന്നില്ലാതെ മീറ്റിംഗ് കൂടുമ്പോഴെല്ലാം എന്നെക്കുറിച്ച് പ്രാവാണ്. ആ പ്രാക്കാണ് ഈ യുദ്ധമായിട്ട് മാറിയിരിക്കുന്നത്. ഇപ്പം റിലയൻസ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഈ $300 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിലേക്ക്, ആ വിഷയമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കീ ഫാക്ട് ഉണ്ട്. കീ ഫാക്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ ആ ഒരു ഗ്യാപ്പിൽ റിലയൻസിന്റെ ജാംനഗറിലുള്ള ഇൻഡസ്ട്രി ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഫ്രീഡം നേടുകയാണ്. ഇനി അമേരിക്ക ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട എണ്ണക്കച്ചവട വിഷയത്തിൽ കൂടുതലായിട്ട് ഇടപെടില്ല. പ്രത്യേകിച്ച് റിലയൻസ് ആണ് നമ്മളുടെ കീ പോയിന്റ്. റിലയൻസിനെ വെച്ചിട്ട് നമ്മൾ അമേരിക്കയെ വരച്ച വരയിൽ നിർത്തും. റിലയൻസിനെ വെച്ചിട്ട് എന്താണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ട്രംപ് രാവിലെ ട്വീറ്റ് ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞ എന്താണ്? അത് റിലയൻസിന്റെ ഈ വമ്പൻ ഇൻവെസ്റ്റ്മെന്റ് ലോക്കൽ കമ്മ്യൂണിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ബ്രൗൺ വില്ലേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലാന്റ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 1970 മുതലേ അവിടെ ഒരു പോർട്ട് വേണം, അവിടെ ഒരു ഓയിൽ റിഫൈനറി വേണം എന്നുള്ള താല്പര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. റിലയൻസിന്റെ മാസീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അത് അവിടെ വരുന്നതോടുകൂടി ജോബ് ഓപ്പർച്യൂണിറ്റി, എഞ്ചിനീയറിംഗ് മേഖലയിൽ പുതിയ ഉണർവ്, അതുപോലെ ലോജിസ്റ്റിക്സ്, ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവും എന്നുള്ള തരത്തിലൊക്കെയാണ് ട്രംപ് ഇതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിലൂടെ ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ്. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഇന്ത്യ ഫോക്കസ് ചെയ്തിരിക്കുന്ന 2047 വികസിത് ഭാരത് എന്ന് പറഞ്ഞ ആ ഒരു ദൗത്യം പൂർത്തിയാകണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രോജക്റ്റുകളൊക്കെ നമ്മൾ നടപ്പിലാക്കേണ്ടി വരുന്നു. ഡസൻ മാറ്റർ 50 വർഷം കഴിഞ്ഞ് ഈ റിലയൻസ് ഇൻഡസ്ട്രി അമേരിക്കയിലും ഫ്ലറിഷ് ആവുന്നോ ഇല്ലയോ എന്നുള്ളത് അതൊരു വിഷയമേ അല്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ വരുമാനം ഉണ്ടാക്കുന്നത് അമേരിക്കയിലാണെന്നുണ്ടെങ്കിലും റിലയൻസിന് വേണമെങ്കിൽ എന്ത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും എവിടെയും തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഇന്ത്യക്കുള്ളിൽ വിവിധ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും സാധിക്കും. നല്ലതായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതിൽ യാതൊരു മാറ്റമില്ല. കാരണം അമേരിക്കയിൽ റിലയൻസ് മാത്രമല്ല, ഗ്ലോബലി തന്നെ പല കമ്പനികളും അമേരിക്കയിൽ കച്ചവടം നടത്തുന്നുണ്ട്. പക്ഷേ ഈ റിഫൈനറി ഇൻഡസ്ട്രിയിൽ റിലയൻസിന്റെ അമേരിക്കയിലേക്കുള്ള ഈ ഒരു ചുവടുമാറ്റം ഇത് വളരെ നിർണായകമായിട്ടൊരു പോയിന്റ് ആണ്. ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വളരെയധികം സഹായകരമാവും ഈ പ്രോജക്റ്റ്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്മാനാണ്, ബിസിനസ് മൈൻഡോട് കൂടിയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റിലയൻസിന്റെ ഈ 50 വർഷത്തെ പ്രോജക്റ്റ്, 5 ഡെക്കേഡ് പ്രോജക്റ്റ്, അതിനുള്ളിൽ ഇന്ത്യക്ക് എന്തെല്ലാം നേട്ടങ്ങൾ വേണോ അതെല്ലാം തന്നെ ഇന്ത്യ നേടിയെടുക്കും. ഇത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുന്നതിൽ ഒരേ ഒരു ചുവടുവെപ്പ് മാത്രമാണ്, ചെറിയൊരു ചുവടുവെപ്പ്. അല്ലാതെ ഇത് വലിയ രീതിയിലുള്ള സംഭവമായിട്ട് ഞാനിവിടെ പറഞ്ഞു കാണിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന 50 വർഷത്തിൽ ഒരു 30 വർഷമെങ്കിലും ജാംനഗറിലുള്ള ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ആ ഓയിൽ റിഫൈനറി, റിലയൻസിന്റെ ഓയിൽ റിഫൈനറി ഒരു തടസ്സവും കൂടാതെ എവിടെ നിന്ന് വേണമെങ്കിലും എണ്ണ വാങ്ങിച്ച് റിഫൈൻ ചെയ്ത് ആഗോളതലത്തിൽ കയറ്റുമതി ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന അമേരിക്കയിലുള്ള ഓയിൽ റിഫൈനറിയൊക്കെ അതൊക്കെ ഫുൾ ഫ്ലെഡ്ജിൽ ഓപ്പറേഷനായി വരാൻ നല്ല ടൈം എടുക്കും. അത് ഫുൾ ഫ്ലെഡ്ജിൽ ഓപ്പറേറ്റ് ആയി വന്നാൽ തന്നെയും അമേരിക്കയുടെ ഉള്ളിൽ ശരിക്കും കാനഡ, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുള്ള എണ്ണയാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്യൂരിഫൈ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് വെനിസുല എണ്ണയൊക്കെ അവിടെ പോകും. രണ്ടാമത്, അമേരിക്ക ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കാനും. കാരണം ഇപ്പം കൂടുതൽ അവരെ ഡിപ്പെൻഡ് ചെയ്താണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടേതായിട്ടുള്ള ഒരു ഓൺ പ്രൊഡക്ഷന് റിലയൻസ് കമ്പനി വളരെയധികം ഉപകാരപ്രദമാകുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. ലോകമെമ്പാടും എണ്ണ സപ്ലൈ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരാണ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളും ഈ പ്രൊഡക്ഷൻ ക്യാപ്പ് ഒക്കെ തീരുമാനിക്കുന്നത്. ഒപെക് പ്ലസിന് ബദലായിട്ട് വേറൊരു സെപ്പറേറ്റ് വിങ് രൂപീകരിക്കുകയാണ്. ഇതാണ് അമേരിക്കയുടെ പ്ലാൻ. അപ്പൊ റിലയൻസിന്റെ ജാംനഗർ റിഫൈനറിയിൽ വെനിസുലയുടെ ഓയിൽ എത്തും. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ 1.5 മാസങ്ങൾക്ക് മുമ്പേ എണ്ണ പർച്ചേസ് ഡൈവേഴ്സിഫൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 40 രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പം ഇന്ത്യ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, ഇൻക്ലൂഡിംഗ് മിഡിൽ ഈസ്റ്റ്. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിൽ നിന്നും ഷിപ്മെന്റ് പോകുന്നില്ല, തടസ്സപ്പെട്ട് കിടക്കാണ്, സ്ട്രീറ്റ് ഓഫ് ഹോർമുസ്. പക്ഷേ നമുക്ക് ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇന്ത്യയിൽ എത്തുന്നുണ്ട്. റഷ്യൻ എണ്ണയും ഇന്ത്യയിൽ എത്തുന്നുണ്ട്. 40 രാജ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ട കാര്യങ്ങൾ ഇന്ത്യ മുൻകൂട്ടി തന്നെ തീരുമാനിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇന്ത്യ ചൈനയുമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ കുറച്ച് സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുണ്ട്. ചില പ്രത്യേക ഏരിയകൾ ചൈനയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അതും കൂടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ ബംഗ്ലാദേശിന്റെ ഇന്റലിജൻസ് ടീം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. റോയുടെ ചീഫുമായിട്ടായിരിക്കും മീറ്റിംഗ് നടത്തുക. നിലവിലെ ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ പുള്ളിക്കാരൻ ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യവും പുള്ളിക്കാരൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പ്രാഥമികമായിട്ട് ഇന്റലിജൻസ് തമ്മിൽ ഒരു മീറ്റിംഗ് നടക്കേണ്ടതുണ്ട്
എന്നുള്ള തീരുമാനമെടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഇന്റലിജൻസ് മീറ്റിംഗ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഇന്ത്യ 1.5 മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശ് ഇലക്ഷനൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ മേജർ ജനറൽ ആയിട്ടിരുന്ന കൈസർ റാഷിദ് ചൗധരി എന്ന് പറഞ്ഞ വ്യക്തിയെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മീറ്റിംഗ്, കോൺഫിഡൻഷ്യൽ മീറ്റിംഗ് ആയിരുന്നു. ആ വ്യക്തിയെ തന്നെയാണ് ഇപ്പം ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ താരിഖ് റഹ്മാൻ ഇന്റലിജൻസിന്റെ ഡയറക്ടറായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇന്ത്യ വളരെ കൃത്യമായിട്ടാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. 2 രാജ്യങ്ങളുടെ ഫോറിൻ റിലേഷൻഷിപ്പ് ഓഫീസ് തമ്മിൽ ഇന്റന്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഈ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ഈ ഇൻവിറ്റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക് ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. അതിലൂടെ ഡീസൽ ഇപ്പം അങ്ങോട്ട് അയക്കുകയാണ്. അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഡീസൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ എണ്ണ കിട്ടാതെ വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ രാജ്യങ്ങളെയൊക്കെ സഹായിക്കാൻ. പിന്നെ ഇന്ത്യയുടെ കക്ഷത്തിന്റെ അടിയിൽ കിടക്കുന്ന പോലെ കിടന്നുകൊണ്ട് ഇന്ത്യക്കിട്ട് പണിയാം അല്ലെങ്കിൽ ഇന്ത്യയെ ചൊറിയാം എന്നുള്ള രീതിയിലൊക്കെ ചില ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കും. അവരുടെയൊക്കെ താല്പര്യങ്ങൾ വേറെയാണ്, ഐഡിയോളജി അത് തന്നെയാണ് പ്രശ്നം. ഈ ഐഡിയോളജിക്കൽ ഇഡിയറ്റ്സ് അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ബംഗ്ലാദേശുമായിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നത്. നോക്കാം ഏതുവരെ പോകുന്നു എന്നുള്ളത്. അവർ നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. മറിച്ചാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പട്ടിണി കിടക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് മറ്റൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. റിലയൻസിന്റെ വിഷയം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യണം. കാരണം നമ്മൾ അമേരിക്കയ്ക്ക് ഒരു ഓഫർ കൊടുത്തുകൊണ്ട് അതിന്റെ മറവിൽ ഇന്ത്യക്കുള്ളിലുള്ള ഓയിൽ ഇൻഡസ്ട്രിയിൽ ഒരു തരത്തിലും അമേരിക്ക ഇടപെടാതെ അമേരിക്കയെ നൈസായിട്ട് ബൂസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലാണ് ഒരു എഗ്രിമെന്റ് അമേരിക്കയുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം, കാതലായ വിഷയം ഇതാണ്. അപ്പം വിഷയം അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുള്ളതല്ല, ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന റിഫൈൻഡ് ഓയിൽ ഇൻഡസ്ട്രിയെ നമ്മൾ ഇന്ത്യയിൽ നിന്നും ആഗോളതരത്തിൽ സപ്ലൈ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വലിയ രീതിയിലുള്ള ഒരു മാസീവ് ആയിട്ടുള്ള ഒരു റിഫൈനറി പണിത് വെച്ചിട്ട് അവിടെ നമുക്ക് ഓയിൽ റിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല, അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിന് തടസ്സങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയെ ഒന്ന് അടക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ റിലയൻസിനെ വെച്ചിട്ട് കളിക്കുകയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യങ്ങളും മറ്റൊരു രാജ്യമായിട്ട് ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ഡിപ്ലോമാറ്റിക്കലി പല റീസൺ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഫോറിൻ പോളിസി എന്നും അത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ നോക്കിക്കാണുന്ന പോലെയുള്ള റീസൺ അല്ല അതിൻ്റെ പുറകിൽ ഉണ്ടാകുക. തീർച്ചയായിട്ടും ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.